ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച കേരളം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കേരളം ലോക സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമായി മാറുമെന്ന് പ്രധാനമന്ത്രി. ലോക വ്യാപാര ഭൂപടത്തിൽ കേരളവും കണ്ണിച്ചേർക്കുന്ന ചരിത്രം എഴുതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു വിലയിരുത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന വേദിയിൽ എത്തിയത്. രാവിലെ 10:15 ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്തെത്തിയത്. രാജ്യത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തി. മുഖ്യമന്ത്രിയും ഒപ്പമുണ്ടായിരുന്നു. ശേഷം 11:10 പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലെത്തി. എല്ലാവരും കാത്തിരുന്ന അഭിമാന നിമിഷത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. കേരളം ലോക സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമായി മാറുമെന്നും ഒരു വികസിത കേരളം ഒരുമിച്ച് പടുത്തുയർത്താമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ പണം ഇനി പുറത്തേക്ക് ഒഴുകില്ല എന്നും തുറമുഖത്തിന്റെ വികസന നേട്ടം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. अभी तक भारत का 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था. इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है. ये परिस्थिति अब बदलने जा रही है. अब देश का पैसा देश के काम आएगा. ലോക വ്യാപാര ഭൂപടത്തിൽ കേരളവും കണ്ണിച്ചേർക്കുന്ന ചരിത്രമാണ് എഴുതി ചേർത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിൽ ഒന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ്. കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, മൂന്നാം മിലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, സംസ്ഥാന മന്ത്രിമാരായ VN വാസവൻ, സജി ചെറിയാൻ, GR അനിൽ, MP-മാരായ ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, AA റഹീം, വിൻസെന്റ് MLA, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി 16 പേരാണ് വേദിയിലുണ്ടായിരുന്നത്. മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികളും നേതാക്കന്മാരും മുൻനിരയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.